എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിൻ്റെ താഴെ വന്നൊരു കമൻ്റ് ആയിരുന്നു, അക്യുപഞ്ചറിൽ ഷുഗറിന് ചികിത്സയുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഷുഗറാണ്, അത് കുറയാൻ അക്യുപഞ്ചർ ട്രീറ്റ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത്. അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ചികിത്സാ രീതിയാണ്. എങ്ങനെയാണ് ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി ഒക്കെ ഉള്ളത്, അതുപോലെ തന്നെയുള്ള ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ എന്ന് പറഞ്ഞത്. എന്നാൽ അക്യുപഞ്ചറിൻ്റെ പ്രത്യേകതയാണ് ഇതിൽ മരുന്നില്ല എന്നുള്ളത്. മരുന്നുള്ളതും മരുന്നില്ലാത്തതുമായിട്ടുള്ള ഒത്തിരി ചികിത്സാ രീതികളുണ്ട്. അതിൽ ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. മരുന്നില്ല ഇതിന്. മരുന്നില്ലാതെ എങ്ങനെയാണ് നിങ്ങളുടെ രോഗം മാറുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ എനർജി ബോഡിയിലാണ് നിങ്ങളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു വ്യക്തി വരികയാണെങ്കിൽ അവരുടെ പൾസ് നമ്മൾ നോക്കും. അതിനുശേഷം ആ പൾസിൽ ഏത് വേരിയേഷനാണ് ഉള്ളത് അതിൻ്റെ പോയിന്റിലാണ് ഒന്നിക്ക് നീഡിലെയും അല്ലെങ്കിൽ ടച്ച് ചെയ്തുകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ മനുഷ്യന്മാർക്കും ഒരു ചി എനർജി ഉണ്ട്, ഒരു ജീവശക്തി എന്ന് പറയും നമ്മുടെ ശരീരത്തിൽ. അതിനുള്ള വേരിയേഷനാണ് അക്യുപഞ്ചർ രീതിയിൽ പറഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാ പറയാം. ആ ബുദ്ധിമുട്ട്, അവരുടെ ശരീരത്തിന് എന്ത് ബുദ്ധിമുട്ട്, എന്ത് പ്രയാസമാണ് ഉള്ളത്, അത് ഈ എനർജിക്കുള്ള വേരിയേഷൻ ആണ്. അപ്പോൾ ശരിക്കും എന്ന് വെച്ചാൽ ഒരു ബോഡിയിൽ 5 എലമെന്റ് നമ്മൾ കണക്കാക്കുന്നുണ്ട്. വുഡ്, ഫയർ, എർത്ത്, എയർ, വാട്ടർ, അങ്ങനെ പഞ്ചഭൂത തത്വങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ഇതിൻ്റെ വേരിയേഷൻ കണ്ടുപിടിച്ച് നമ്മൾ ആ ഒരു പോയിന്റിൽ ഏത് എലമെന്റ് ആണോ വീക്ക്, അതിലെ പോയിന്റിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എനർജി ശരിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു പ്രയാസം മാറിക്കിട്ടുന്നത് കാണാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് അക്യുപഞ്ചർ ലാബ് ടെസ്റ്റിന് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഫിസിക്കൽ ബോഡിയിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, ലാബ് ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ അതും ഇതും കൂടി കമ്പയർ കൊണ്ടൊരു ചികിത്സാ രീതി പറ്റില്ല. ആർക്കാണോ ആഗ്രഹം പൂർണ്ണമായിട്ട് മരുന്ന് നിർത്തിക്കൊണ്ട് ശരീരത്തിലെ അസ്വസ്ഥതകൾ, ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഷുഗർ കൂടി എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കുറേ അസ്വസ്ഥതകൾ ഉണ്ടാവും. മുട്ടുവേദനയായിരിക്കും, കാലിന് തരിപ്പായിരിക്കും, അല്ലെങ്കിൽ അമിത ദാഹമായിരിക്കും, യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും. അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയിട്ട് എല്ലാ മരുന്നും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ചികിത്സാ രീതി സ്വീകരിക്കാൻ വേണ്ടി പറ്റും. ഒരിക്കലും ലാബിലെ അക്കം കുറക്കാൻ വേണ്ടിയിട്ടോ കൂട്ടാൻ വേണ്ടിയിട്ടോ ഒന്നും ഈ ടെസ്റ്റ് ഈ ചികിത്സാ രീതി നല്ലതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതശൈലി ചിട്ടയായി കൊണ്ടു നടന്ന്, അതായത് 4G പാലിച്ചിട്ട് ശരിയായ ഉറക്കം, ഭക്ഷണം കഴിക്കുന്ന, വിശ്രമം കൊടുത്തുകൊണ്ട്, ദാഹത്തിനനുസരിച്ച് വെള്ളം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതശൈലി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. മാത്രമാണ് അക്യുപഞ്ചറിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതായത് നിങ്ങൾ പിന്നീട് വരുന്ന ഓരോ കാര്യങ്ങളും അതിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ശരീരത്തിൽ എന്തൊക്കെയാണോ അസ്വസ്ഥതകളുള്ളത് അതൊക്കെ മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ചില ആൾക്ക് 3 ആഴ്ച കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാകും. ചില ആൾക്ക് 5 ആഴ്ച വരേണ്ടി വരും. ആഴ്ചക്ക് ഒരു ദിവസമാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ചില ആൾക്ക് 7 ആഴ്ച വന്നു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ശരീരത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. മരുന്നില്ല. അപ്പം നിങ്ങളുടെ വിശപ്പിനനുസരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടും വെള്ളം, ദാഹത്തിനനുസരിച്ച് വെള്ളം കൊടുത്തുകൊണ്ടും, എന്തെങ്കിലും ക്ഷീണോ അസ്വസ്ഥതയും വരുന്നുണ്ടോ ഒന്ന് വിശ്രമിച്ചു കൊടുത്തുകൊണ്ടും, അല്ലെങ്കിൽ ഉറക്കം രാത്രി 9 മണിക്ക് ആക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റും കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങളൊന്നും, അധിക അസ്വസ്ഥതകളൊന്നും ഇല്ലാതെ തന്നെ ജീവിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ളൊരു ചികിത്സാ രീതി. അല്ലാണ്ട് ലാബിലെ റിപ്പോർട്ട് നോക്കി ഇതിനെ കുറക്കാനോ കൂട്ടാനോ പറ്റുന്ന ഒരു ചികിത്സാ രീതിയല്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാ മരുന്നും ലാബ് ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, ആ ചെയ്യാത്തൊരു ജീവിതശൈലിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ മരുന്നുകളൊക്കെ നിർത്തി പിന്നീട് ടെസ്റ്റ് ഒന്നും ചെയ്യാതെ നല്ല സന്തോഷകരമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. ഞാനും ഇതൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അക്യുപഞ്ചറിൽ വരുന്നതിന് മുന്നേ ഇതൊക്കെ നോക്കി മരുന്നൊക്കെ കുടിച്ച വ്യക്തിയായിരുന്നു എൻ്റെ ഫാമിലിയിലൊക്കെ. പക്ഷെ എല്ലാവരും ഇപ്പോൾ പൂർണ്ണമായി നിർത്തി ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുകൊണ്ട് സമാധാനത്തോടെ നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ പല ഫുഡും കഴിക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. കാരണം അതിൻ്റെ ലാബ് ടെസ്റ്റ് നോക്കുമ്പോൾ അത് കൂടുമ്പോൾ നമുക്ക് ടെൻഷനാണ്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. എൻ്റെ ഒരു ഹൈറ്റ് ആയിരിക്കില്ല എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഓരോരാളും തടിയായിക്കോട്ടെ നീളമായിക്കോട്ടെ വ്യത്യസ്തമാണ്. അപ്പോൾ അവരുടെ പൾസാണ് ശരിക്കുള്ള
ഇത് പറയാം അവരുടെ ബോഡിയിൽ എന്തൊക്കെ വേരിയേഷൻ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അത് നോക്കിയിട്ട് അവരുടെ ബോഡിക്ക് അനുസരിച്ചുള്ള ഒരു ചികിത്സാ രീതി മാത്രമാണ് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ ഫിസിക്കൽ ബോഡിയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് വേറെ ആരെയോ അളവിന് നമ്മുടെ അളവ് കണക്കാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അത് വേറെ ഒരു മെത്തേഡാണ്, സിസ്റ്റം ഓഫ് അലോപ്പതി. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് കമ്പയർ ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, മരുന്നൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അക്യുപഞ്ചർ ചികിത്സാ രീതി കൊണ്ട് പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ട്രീറ്റ്മെൻറ്റ് എടുത്ത് നിങ്ങളുടെ ബോഡിയിലുള്ള അസ്വസ്ഥതയൊക്കെ കുറച്ച്, അതുപോലെ തന്നെ ഏറ്റവും വേണ്ടതാണ് മാനസികമായിട്ട് നല്ല സമാധാനം വേണമെന്നുള്ളത്. പല കാര്യങ്ങളും ഈ രോഗത്തിൻ്റെ നിങ്ങളുടെ ബോഡി കാണുന്ന 90% കാര്യങ്ങളും വരുന്നത് നിങ്ങളെ മാനസികമായിട്ട് വളരെ വീക്കായതുകൊണ്ടാണ് ബോഡിയിൽ പല അസ്വസ്ഥതകളും വരുന്നത്. മാനസികമായിട്ട് എത്ര എനർജറ്റിക് ആവുന്നോ നിങ്ങളെ പല രോഗങ്ങളും വിട്ടുപോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇന്ന് ഒരുപാട് തെറാപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ മനസ്സിനെ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ബോഡിയിൽ എന്ത് ചെയ്യും, ഏറ്റവും നല്ലൊരു മാറ്റം, രോഗങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.